വാഗ്ദത്ത വചനമുണ്ട്. ഒരു യോസഫിനെ മാനിക്കേണ്ടതിന് ഭൂലോകത്ത് മൊത്തം ക്ഷാമം വരുത്തിയവനാണ് നിന്റെ ദൈവം. ആ വചനത്തിന്റെ മർമ്മവും ആഴവും ഒത്തിരി ആവട്ടോ. അതായത് നമ്മൾ ദൈവമക്കളാന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ മധ്യ ഉണ്ടെന്നുള്ളതിന്റെ തെളിവാ. ദൈവം അധികാലത്തെ അതിനെ സഹായിക്കും. ദൈവം യോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം അധികാലത്തെ അവനെ സഹായിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഭൂലോകത്ത് മൊത്തം ക്ഷാമം വരുത്തി. അവനോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തീകരിക്കേണ്ടതിന് ദൈവം അവന് വേണ്ടി മാത്രം ആ ലോകത്ത് മൊത്തം ക്ഷാമം വരുത്തിയത്. ഒന്ന് ഓർത്തു നോക്കി, നമ്മുടെ മഹത്വം എന്തോ. നമ്മൾ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു വ്യക്തിക്ക് വേണ്ടി ഭൂലോകത്ത് മൊത്തം ദൈവം ക്ഷാമം വരുത്തി. എന്തിനാ? ദൈവം യോസഫിനോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തീകരിക്കണം. അവിടെ നമ്മൾ നിസ്സാരക്കാരായിട്ട് ചിന്തിക്കരുത്. ദൈവം ചെയ്തത്, ഞാൻ പാസ്പോർട്ട് എടുക്കാൻ 2 വട്ടം ചെന്നിട്ട് എനിക്ക് കിട്ടിയില്ല. ഈ റീസൺ പറഞ്ഞു വിട്ടു. എന്നാൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ വാഗ്ദത്ത വചനം വെച്ച് പ്രാർത്ഥിച്ചു. ദൈവം എന്നോട് പേഴ്സണലി സംസാരിച്ചതാ. ഞാൻ ആ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് രണ്ടാമത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ സംഭവിച്ചത്, അന്ന് രാവിലെ ഞാൻ ആ ചെല്ലുന്ന ദിവസം അവർക്ക് ഒരു പേപ്പർ ഗവൺമെന്റിൽ നിന്ന് റിസീവ് ചെയ്തു. അന്ന് ഞാൻ ചെല്ലുന്നതിന്റെ 5 മിനിറ്റ് മുമ്പ് അദ്ദേഹം എന്നെ എവിഡൻസസ് അതേ കാണിച്ചു. ഞാൻ ഓഫീസറിന് മുമ്പിൽ ചെന്ന് എന്റെ റീസൺ ഒക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഭയങ്കര അത്ഭുതം കേട്ടോ. അവിടെ എന്റെ പേരിനെ കുറിച്ചൊക്കെ സംസാരം ഉണ്ടായി. അദ്ദേഹമായിട്ട് എനിക്ക് എന്റെ ടെസ്റ്റിമണി ഒക്കെ പറയാനിടയായി. എന്നാൽ അവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. യു ആർ സോ ലക്കി ബിക്കോസ് ഞാൻ ഇപ്പൊ സൈൻ ചെയ്തതേ ഉള്ളൂ ഈ ഫാക്സ്. നീ നോട്ടീസ് ബോർഡ് ഇടാൻ പോകുന്നതേ ഉള്ളൂ. നോട്ടീസ് ബോർഡ് ഇടുന്നതിന് മുമ്പ് നീയാണ് ഈ നോട്ടീസ് ആദ്യം അറിയുന്ന ആള്. നോർക്കണേ, ഇന്ത്യയിൽ മൊത്തം ദൈവം നിയമത്തെ മാറ്റി. എന്താണെന്നറിയോ? 1990 മുതലുള്ളവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് മതി. 1989 ബർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ട പാസ്പോർട്ട് എടുക്കാൻ. പുതിയ നിയമം ദൈവം എനിക്ക് വേണ്ടി മാറ്റി. ഇനി ലാസ്റ്റ് ഒരു ടെസ്റ്റിമണി കൂടെ പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾക്ക് ഈ വർഷം എന്റെ ഭവനത്തിൽ, എന്റെ നാട്ടിൽ ഇന്ത്യയിൽ പോയി എനിക്ക് ദൈവം 2 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. കുടുംബമായിട്ട് പോയി എന്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ കാണണം എന്നുള്ള വളരെ ആഗ്രഹമുള്ള ഒരാളായിരുന്നു. വളരെ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. പക്ഷെ ഞങ്ങൾക്ക് എതിരായി നിന്ന വലിയൊരു കാര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ കോവിഡ് വാക്സിൻ എടുത്തിട്ടില്ല, ഞാനും എന്റെ ഹസ്ബൻഡും. അത് പരിശുദ്ധാത്മാവിനോട് വ്യക്തിപരമായി സംസാരിച്ചൊരു വിഷയം എടുക്കരുത്. അപ്പൊ ഞാൻ ഈ കോവിഡ് വാക്സിന് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവ് എടുക്കണോ വേണ്ടയോ? അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, എന്നോട് ഇങ്ങനെയാ ദൈവശബ്ദം എന്നോട് സംസാരിച്ചു. അത് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് സംതിങ് പേഴ്സണൽ. പക്ഷെ എന്നോട്, ഞാൻ ഏത് കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പനോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. പപ്പായോടും മമ്മിയോടും അല്ല, എന്റെ സ്വർഗത്തിലെ അപ്പനോട്. ഏത് കാര്യം എടുക്കുന്നതിന് മുമ്പ് തീരുമാനം, അപ്പാ ഞാൻ ചെയ്യണോ? കോവിഡ് വാക്സിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. ഈ തലമുറയിൽ ഒരു ദാനിയേലാകാൻ, ഒരു ശന്ദ്രക്കാകാൻ, മേശക്കാകാൻ നീ തയ്യാറാണോ? എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്റെ അർത്ഥം. പിന്നെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച വചനം ഇതാ: രാജാവ് കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും രാജാവ് കഴിക്കുന്ന ഭക്ഷണം കൊണ്ടും ഞങ്ങളെ അശുദ്ധരാക്കില്ല. ആകയാൽ നീ ഇത് തുടരുത്. ഈ തലമുറയിൽ നീ വേറിട്ടവളായിരിക്കണമെന്ന് പറഞ്ഞു. ഇത് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് ഇവിടെ വളർന്ന ഒരാളാന്ന് ഓർക്കണം. അദ്ദേഹം ഓൾറെഡി തീരുമാനം എടുക്കത്തില്ല. പക്ഷെ ഞാൻ ഇത് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, വി ആർ നോട്ട് ഗോയിങ് ടു ടേക്ക് ദിസ്. അദ്ദേഹത്തിന്റെ ജോലിയെ ബാധിക്കും എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, ദൈവം നമ്മളെ നടത്തും. ദൈവം പറഞ്ഞതനുസരിച്ചാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. സോ ഞങ്ങൾ ദൈവസ്ഥിതി പ്രാർത്ഥിച്ചു. അപ്പൊ ഞങ്ങൾ വാക്സിൻ എടുത്തിട്ടില്ല. ഞങ്ങളുടെ ചർച്ചിലും ഇവിടെയും ഞങ്ങൾ മാത്രമേ വാക്സിൻ എടുക്കാത്തുള്ളൂ, ബാക്കി എല്ലാവരും എടുത്തു. സോ നമ്മൾ പറയും ഡെയർ ടു ബി ഡിഫറെന്റ്. ഞങ്ങളെ കാണുന്നവരൊക്കെ ഭയങ്കര ഒരു കോവിഡ് വാക്സിൻ എതിരാളികളെ പോലെയൊക്കെ ഞങ്ങളെ കണ്ടത്. ഞങ്ങൾ കോവിഡ് വാക്സിൻ എതിരാളികളല്ല, പക്ഷെ ഞങ്ങൾ ദൈവശബ്ദം കേൾക്കുന്ന, അനുസരിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമ്മളെ ഡിഫറെന്റ് ആക്കും. ദാനിയേലിനും ശന്ദ്രക് മേശക് അബേദ്നെഗോവിനെ അല്ലെ, ആൾക്കാർ അവരെ എപ്പോഴും ഡിഫറെന്റ് ആയിട്ടാണ് കണ്ടിരുന്നത്. സെയിം വേ എന്നോട് ദൈവം സംസാരിച്ചു, അതാ ഡെയർ ടു ബി ഡിഫറെന്റ്. ഞാൻ ദൈവസന്നിധിയിലെ വാഗ്ദത്തം വെച്ച് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ഞാൻ പറയുന്നത് നവംബർ 29 വിശ്വാസത്താൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു നാട്ടിൽ പോകാൻ. വിശ്വാസത്താൽ. കാരണം നിയമങ്ങൾ അപ്പോഴും സെയിമാണ്. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. എന്നാൽ നവംബർ 14 തൊട്ട് 21 വരെയുള്ള ദിവസങ്ങൾ, ഈ 2022 കാര്യം പറഞ്ഞു, ഞാനും എന്റെ ഹസ്ബൻഡും 7 ദിവസം ഉച്ചവരെ ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തു. ഞങ്ങളുടെ തീരുമാനം ഇതായിരുന്നു, കർത്താവേ, പ്രാർത്ഥനാ വിഷയം ഇതായിരുന്നു, അപ്പൊ ഞങ്ങൾക്ക് ഇന്ത്യയിൽ പോകണം, ഇന്ത്യയിൽ മിനിസ്ട്രി ഉണ്ട്, അതിനൊക്കെ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ ദിവസം ചെയ്തത് ഇതാ, 7 ദിവസം കാരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥനാ വിഷയത്തിന്റെ ഫസ്റ്റ് പ്രാർത്ഥനാ വിഷയം എന്താണെന്നറിയോ? കർത്താവേ, ഞങ്ങൾക്ക് കോവിഡിന്റെ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ഇന്ത്യയിൽ പോകണം. അതായത് മാസ്ക് ധരിക്കരുത്, RT-PCR എടുക്കാൻ പറയരുത്, ഇതൊന്നും ഇല്ലാതെ. പണ്ട് ഞാൻ ഇങ്ങനെ പ്രശ്നം, ഞാൻ എങ്ങനെ അമേരിക്കയിൽ വന്നു, അങ്ങനത്തെ പോലത്തെ ഒരു സമയം പോലെ എനിക്ക് ഇന്ത്യയിൽ പോകണം, ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചത്. നവംബർ 21 ഞങ്ങളുടെ ഫാസ്റ്റിംഗ് തീരുക. നവംബർ 21 ഫാസ്റ്റിംഗ് തീരുന്നു. അന്ന് വൈകുന്നേരം എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ഇങ്ങനെയാണ് ആ മെസ്സേജ്: ഇന്ത്യ എയർ സുവിധ എടുത്ത് മാറ്റി. എയർ സുവിധ വേണമായിരുന്നു ട്രാവൽ ചെയ്യണമെങ്കിൽ, എയർ സുവിധ എടുത്തു മാറ്റി.
2, ഞാൻ അപ്പോൾ ഓർത്തു ഇന്ത്യ മാറ്റിയിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് ദുബായ് വഴി വേണം വരാൻ. UAE നിയമത്തെ ദൈവത്തിന് മാറ്റണം. ഞാൻ ദൈവസന്നിധി വീണ്ടും നോക്കിയപ്പോൾ പ്രാർത്ഥിച്ചോണ്ട് നോക്കുക. അപ്പൊ ഞാൻ ഓർത്തു ഇന്ത്യയുടെ മാറ്റിയിട്ട് കാര്യമില്ല, ടച്ച് ചെയ്യാതെ പോകാൻ പറ്റത്തില്ല. ഞാൻ നോക്കിയപ്പോൾ ദൈവം രാജ്യങ്ങളുടെ മൊത്തം നിയമത്തെ മാറ്റി. എന്നാണെന്നറിയോ? നവംബർ 21-ാം തീയതി ഞങ്ങൾ നെക്സ്റ്റ് സൺഡേ ട്രാവൽ ചെയ്യുന്നു. അതിന്റെ തലേ സൺഡേ ലോക രാജ്യങ്ങളുടെ മൊത്തം നിയമത്തെ ദൈവം മാറ്റി. ഞാൻ അതിപ്പോഴും പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നത്. ഞങ്ങൾ നാട്ടിൽ പോയത് കോവിഡ് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, മാസ്ക് വെച്ചില്ല, RT-PCR എടുത്തില്ല, നോർമലി കോവിഡിനെ കുറിച്ച് ഒരു സംസാരവും ഇല്ല. ലൈക്ക് ഞാൻ അന്ന് ദൈവത്തിന് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ കർത്താവ് പറയുന്നത് അനുസരിക്കാൻ, ആ നമ്മുടെ പ്രശ്നത്തിന് നടുവിൽ ആ കർത്താവാകുന്ന സങ്കേതത്തിലേക്ക് ഓടി ചെന്നാണ്ടല്ലോ, പിന്നെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല നമ്മുടെ കാര്യത്തിൽ. സങ്കേതം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ഹൗസ്, ലൈക്ക് കണക്റ്റഡ്. നമ്മൾ അതിനകത്തായി മാറും. പിന്നെ കർത്താവ് ടേക്ക് ഓവർ ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിയും. നമ്മൾ അധികം ടെൻഷൻ അടിക്കുകയും പൈസയോർത്ത് ഭാവിയോർത്ത് ടെൻഷനോ ആകുലതയോ ഒന്നും വേണ്ട. വെയിറ്റിംഗ് ഇസ് ഗുഡ് ബിക്കോസ് ഹീസ് പ്രിപ്പയറിംഗ് യു ഫോർ സംതിങ് ബെസ്റ്റ്. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ.